ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ 40.21% പോളിംഗ്. വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്നും ഒരു സംവിധാനത്തെ അന്ധമായി അവിശ്വസിക്കുന്നത് ഉചിതമല്ലെന്നും സുപ്രീം കോടതി. കരിവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിക്കാൻ നിക്ഷേപകൻ ജോഷി എത്തി. പലിശ പതിച്ചു നൽകി തൽക്കാലം ആശ്വസിപ്പിച്ച് ബാങ്ക് അധികൃതർ ജോഷിയെ മടക്കി അയച്ചു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ 40.21% പോളിംഗ്. പലയിടത്തും ഇപ്പോഴും നീണ്ട നിരയായതിനാൽ ശതമാനക്കണക്ക് വർദ്ധിക്കും. തൃശൂരിൽ 40.8%, ചാലക്കുടിയിൽ 41.81% പോളിംഗ്. വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ നീളും. രാവിലെ 5:30 പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചത്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2,77,49,159 വോട്ടർമാരാണ് ആകെയുള്ളത്. കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ്. ഇടുക്കിയിലാണ് കുറവ്. സംസ്ഥാനത്താകെ 1800 പ്രശ്നസാധ്യതാ ബൂത്തുകൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. കള്ളവോട്ടിന് ശ്രമമുണ്ടായാൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 7 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം 40.21%. പലയിടത്തും ബൂത്തുകളിൽ നീണ്ട നിരയുണ്ട്. നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ രേഖപ്പെടുത്തി. ചാലക്കുടി മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ടിംഗ് ശതമാനം. മാള സെന്റ് ആന്റണി സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. മാള സൊക്കോസ് സ്കൂളിലെ 68-ാം ബൂത്തിൽ മെഷീൻ തകരാറ് മൂലം 15 മിനിറ്റ് വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിക്കാനായത്. പല ബൂത്തുകളിലും നീണ്ട നിരയുണ്ട്. ചാലക്കുടി LDF സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് കേരളവർമ്മ കോളേജിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പുല്ലൂർ VK രാജൻ മെമ്മോറിയൽ സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 93-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ നടൻ ടൊവിനോ തോമസും കുടുംബവും വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മണ്ണുത്തി മുക്കാട്ടുകര സെന്റ് ജോർജ് കോൺവെന്റ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി VS സുനിൽകുമാർ മുറ്റിച്ചൂർ ALP സ്കൂളിലെ 29-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ തോന്നൂർക്കര AUPS സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ മുതൽ കനത്ത പോളിംഗ് ആണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ കണ്ടുവരുന്നത്. പലയിടത്തും നീണ്ട ക്യൂവുമുണ്ട്. ഉയർന്ന പോളിംഗ് നിരക്ക് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ അവകാശവാദം. ഇതിന്റെ നിജസ്ഥിതി അറിയാൻ പക്ഷേ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ്, മീഡിയ ടൈം, മാള. എറണാകുളം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ പറവൂർ വെടിമുറ കുമാരമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ വോട്ട് ചെയ്തു. രാവിലെ 7 മണിക്ക് തന്നെ ഭർത്താവ് ഡൈനൂസ് തോമസിനും ഇളയ മകൾക്കും ഒപ്പമാണ് ബൂത്തിലെത്തിയത്. ഫാസിസത്തിനെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നും അവർ ചൂണ്ടിക്കാട്ടി. ഞാൻ പിന്നെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ, വിജയിക്കും. പിന്നെ പോളി ശതമാനം ചോദ്യം ഒരു അപ്രസക്തമാണ്. എന്താണ് വിജയിക്കുമെന്ന് പറയാൻ? ജനങ്ങൾ കൂടെയുണ്ട്. ജനങ്ങൾ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടെ ഉണ്ടാവും. ജനങ്ങൾ ജയിക്കും. ഇന്ത്യ ജയിക്കണം. ഇന്ത്യയിലെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. രാജ്യത്തെ എല്ലാവർക്കും മതത്തിനതീതമായി മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും ഉണ്ട്. അതൊക്കെ നിലനിൽക്കാൻ കൂടുതൽ ശക്തമായ രീതിയിൽ വരേണ്ട ഒരു കാലഘട്ടമാണ്. ഫാസിസ്റ്റ് തറവാഴ്ച എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിനെതിരെ ഫാസിസത്തിനെതിരെ സംസാരിക്കുകയും നിലപാടെടുക്കുകയും, ഇപ്പോൾ അറിയാലോ CAA ഒക്കെ വന്നിട്ട് ഈ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരേ ഒരു ശബ്ദം കേരളത്തിൽ നിന്ന് മാത്രമാണ്. ജനവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമം. അതുകൊണ്ട് വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്നും ഒരു സംവിധാനത്തെ അന്ധമായി അവിശ്വസിക്കുന്നത് ഉചിതമല്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വോട്ടെണ്ണൽ കഴിഞ്ഞ് EVM-നെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ മൈക്രോ കൺട്രോളർ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ചിലവിൽ പരിശോധിക്കാൻ അപേക്ഷ നൽകാമെന്നും കോടതി വ്യക്തമാക്കി.
പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ചില പാർട്ടികളുടെ നിർദ്ദേശത്തിന് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. എല്ലാ മെഷീനുകളിലെയും വോട്ടുകൾ വിവിപാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കണം എന്ന ആവശ്യം നേരത്തെ ഇന്ത്യ സഖ്യം ഉന്നയിച്ചിരുന്നു. EVM-നെ അവിശ്വസിക്കേണ്ടതില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചു. വിവിപാറ്റ് പൂർണ്ണമായും ഒത്തുനോക്കുന്നത് ഈ സംവിധാനത്തെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ അവിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് ഇടയാക്കുമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ദീപാങ്കർ ഗുപ്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. EVM-ന്റെ സാങ്കേതിക സുരക്ഷ കർശനമാക്കാൻ ചില നിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വച്ചു. EVM-ലെ സിംബൽ ലോഡിംഗ് യൂണിറ്റ് SLU-വിലാണ് സ്ഥാനാർത്ഥികളുടെ ചിഹ്നം സ്റ്റോർ ചെയ്യുന്നത്. ചിഹ്നം ലോഡ് ചെയ്ത ശേഷം ഈ യൂണിറ്റ് മുദ്രവയ്ക്കാൻ കോടതി നിർദ്ദേശിച്ചു. വോട്ടെണ്ണൽ കഴിഞ്ഞ് 45 ദിവസം യൂണിറ്റ് സൂക്ഷിക്കണം. വോട്ടെണ്ണലിന് ശേഷം സ്ഥാനാർത്ഥിക്ക് പരാതിയുണ്ടെങ്കിൽ EVM-ന്റെ മൈക്രോ കൺട്രോളർ 3 എഞ്ചിനീയർമാരുടെ സംഘം പരിശോധിക്കണം. ഇതിന്റെ ചിലവ് സ്ഥാനാർത്ഥി വഹിക്കണം. എന്തെങ്കിലും ക്രമക്കേട് നടന്നു എന്ന് തെളിഞ്ഞാൽ മാത്രം പണം തിരിച്ചു നൽകും. വിവിപാറ്റ് സ്ലിപ്പുകളിൽ ബാർകോഡ് ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം പരിശോധിക്കാനും കോടതി ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിക്കാൻ നിക്ഷേപകൻ ജോഷി എത്തി. പലിശ പതിച്ചു നൽകി തൽക്കാലം ആശ്വസിപ്പിച്ച് ബാങ്ക് അധികൃതർ ജോഷിയെ മടക്കി അയച്ചു. സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ ദയാവധത്തിന് അപേക്ഷ നൽകിയ ജോഷിയുടെ പണം ഈ മാസം 30-ന് മുമ്പ് തന്നെ നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ ദയാവധത്തിന് അപേക്ഷ നൽകിയ ജോഷിയുടെ പണം ഈ മാസം 30-ന് മുമ്പ് തന്നെ നൽകുമെന്ന് അധികൃതർ. 90 ലക്ഷം രൂപയിൽ 28 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത്. ബാക്കി പണം ആവശ്യപ്പെട്ട് ജോഷി വീണ്ടും സമരത്തിനൊരുങ്ങിയതോടെയാണ് ബാങ്കിന്റെ അനുനയ നീക്കം. ഏപ്രിൽ 30-ന് മുൻപ് പണം നൽകാമെന്ന് കഴിഞ്ഞ 4 മാസം മുമ്പ് മന്ത്രി VN വാസവൻ ഉറപ്പു നൽകിയിരുന്നു. ഇതുവരെയും ഈ പണം പൂർണ്ണമായും തിരികെ കിട്ടാത്തതിനെ തുടർന്നാണ് ഇന്നലെ കരുവന്നൂർ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലെത്തി ജോഷി സമരത്തിനൊരുങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പണത്തിനു വേണ്ടി ജോഷി ബാങ്ക് കയറിയിറങ്ങുകയാണ്. ഇതുവരെയും ധാരണ ആകാത്തതിനെ തുടർന്നാണ് ഇന്നലെ മാപ്രാണം ശാഖയ്ക്കുള്ളിൽ കയറി വസ്ത്രമുരിഞ്ഞ് പ്രതിഷേധിക്കുമെന്ന് ജോഷി ഭീഷണി മുഴക്കിയത്. അതിനെ തുടർന്നാണ് ബാങ്കിന്റെ ഉന്നത അധികൃതരെ വിളിച്ച് ചർച്ച നടത്തിയത്. പിന്നാലെ 30-ാം തീയതിക്കുള്ളിൽ ജോഷിക്ക് കിട്ടാനുള്ള പണം പൂർണ്ണമായും തിരികെ നൽകാമെന്ന ധാരണയിലെത്തി. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ ഓർമ്മ തിരുനാൾ മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ സമുചിതമായി ആഘോഷിച്ചു. ആഘോഷകരമായ തിരുനാൾ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ഇടവക വികാരി ഫാദർ പോൾ പെണ്ടിയാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ സോജൻ മഞ്ഞില, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർ കീത്തരകൻ, പ്രതിനിധി യോഗാംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ 40.21% പോളിംഗ്. വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും ഒത്തുനോക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്നും ഒരു സംവിധാനത്തെ അന്ധമായി അവിശ്വസിക്കുന്നത് ഉചിതമല്ലെന്നും സുപ്രീം കോടതി. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിക്കാൻ നിക്ഷേപകൻ ജോഷി എത്തി. പലിശ പതിച്ചു നൽകി തൽക്കാലം ആശ്വസിപ്പിച്ച് ബാങ്ക് അധികൃതർ ജോഷിയെ മടക്കി അയച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.